എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് ഗോമതി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. ഗോമതിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ട്. ബാലൻ ചോദിച്ചു, എന്ത് പറ്റി ഗോമതി, മുഖത്തൊരു വല്ലായ്മയെന്ന് ചോദിക്കുക. നമ്മൾ സന്തോഷിക്കേണ്ട സമയമല്ലേ ഇതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഗോമതി, ഒന്നുമില്ല. അല്ല, നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നല്ലോ. സാധാരണഗതി വരുന്ന സമയത്ത് ഗോമതി ഭയങ്കര സന്തോഷത്തോടു കൂട്ടായിരിക്കും ബാലേട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ഇന്ന് ആ സന്തോഷം ഒന്നും മുഖത്ത് കണ്ടില്ല. എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ബാലൻ മുറിയിലേക്ക് പോകുമ്പോഴത്തേനും ഗോമതിയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ ഗോമതി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോന്ന് ചോദിക്കാം. അതെ, ഉണ്ടെന്ന് പറയണ. പിന്നീട് മീനാക്ഷിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. പാവം മീനാക്ഷി മോള്, അവൾ ആകെപ്പാടെ സങ്കടത്തിലാന്ന് പറയണ. എന്തു പറ്റി മീനാക്ഷിക്ക്, എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. എന്താ കാര്യം, ദേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ആകാശം എന്തെങ്കിലും വഴക്ക് പറയാൻ മറ്റോ ചെയ്തു എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി, അതൊന്നും അല്ല, പിന്നെന്താ കാര്യം, ദേ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവൾ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. കാരണം ആകാശിന്റെ കൈ പിടിച്ച് വന്നു കഴിഞ്ഞപ്പോ അവളെ ഇറക്കി വിടാനായിട്ട് ഞാൻ ശ്രമിച്ച. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായത് അവളുടെ മനസ്സിന്റെ നന്മ എന്താന്ന്. ഈ കുടുംബത്തില് നിൽക്കാനായിട്ട് എന്തുകൊണ്ട് യോജിച്ചൊരു പെൺകുട്ടിയാ മീനാക്ഷി. അവൾക്ക് അവളുടെ കാര്യം മാത്രമല്ല, എല്ലാവരുടെയും കാര്യം, ചുറ്റുമുള്ളവരുടെ കാര്യങ്ങളെല്ലാം അവള് അന്വേഷിക്കും. അതുകൊണ്ട് എനിക്ക് അവളോട് ഭയങ്കര കാര്യമെന്ന് പറയണം. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ സ്വന്തമായിട്ടൊരു കാര്യം വന്നപ്പോ അവളാകെ തകർന്നു പോയെന്ന് പറയണം. സ്വന്തമായിട്ടൊരു കാര്യം, അതെന്ത് കാര്യം? അത് പിന്നെ ഓഫീസിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് മിക്കവാറും ആരുടെയും തന്ത്രമായിരിക്കും. ഒന്നെങ്കിൽ അച്യുതന്റെ, അല്ലെങ്കിൽ മനഃപൂർവ്വം മീനാക്ഷിയെ ആരോ കൊടുക്കാൻ ശ്രമിച്ചായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പം ഗോമതി, അതിന് ചാൻസ് ഉണ്ടെന്ന് പറയണം. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ബാലേട്ടൻ മീനാക്ഷിയോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറയണം. പിന്നീട് ബാലൻ മീനാക്ഷിയുടെ വിളിപ്പിക്കണം. അങ്ങനെ മീനാക്ഷി അങ്ങോട്ട് വന്നു. മീനാക്ഷിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ബാലന് മനസ്സിലായി നല്ല വിഷമമാണെന്ന്. ബാലൻ പറഞ്ഞത്, മോളെ നമ്മൾ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം, നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടല്ലോ. പിന്നെ ആരുടെ മുന്നിൽ തലവനിക്കാണ്ട് പോകേണ്ട കാര്യമില്ല. മോള് നേരെ പോകുന്നൊരു സ്വഭാവക്കാരിയല്ലേ. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാനായിട്ട് ആരും പ്രേരിപ്പിച്ചാൽ പോലും മോൾ അത് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മോൾക്ക് ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട കാര്യമില്ല. മോൾ ആരുടെയും കയ്യിൽ പണം മേടിച്ചിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ മോള് വിഷമിക്കണം നിൽക്കുക. അത് ശരിയാ അച്ഛാ, പക്ഷേങ്കില് നീ ധൈര്യമായിട്ടിരിക്കുക. എന്ത് വന്നാലും ഈ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ, ഞാനുണ്ട്, ആകാശുണ്ട്, ദേ നിന്റെ അമ്മയുണ്ട്, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം. നാളെ ഇത് നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, പത്രത്തിന് ടിവിക്കകത്തൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പലരും നാണക്കേട് വേറെ ഉണ്ടോന്ന് ചോദിക്കുക. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ടെന്നേ, ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞിട്ട് ബാലിനെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ പുറത്തു വരും. അതേ കാലം ആർക്കും ഒളിപ്പിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. അല്ല ചൈതന്യ ഇപ്പം ജോലിയെ ബാധിക്കും എന്ന് പറയണ. അതെ, ഈ ജോലി കണ്ടോണ്ടാണ് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയത്, അല്ലല്ലോ. അതുകൊണ്ട് ജോലി പോവാണെ പോട്ടേന്ന് വെക്ക്, അതൊന്നും സാരി വെക്കണ്ട. ഇനിയിപ്പം നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമല്ലോ, അന്ന് നമുക്ക് നോക്കാന്നൊക്കെ പറയണം. അങ്ങനെ ബാലൻ പറഞ്ഞാലും ബാലനെ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. കാരണം തന്റെ മരുമോളെ പോലെ അല്ല ഇപ്പൊ താൻ അവളെ കാണുന്നേ, മോളെ പോലെ തന്നെയാണ്. കാരണം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് അത്രയധികം ആത്മാർത്ഥം മീനാക്ഷിക്കുണ്ട്. അത് ബാക്കി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തന്നെ. പിന്നീട് മീനാക്ഷിക്ക് അങ്ങനെ ധൈര്യം കൊടുത്ത് ബാലൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ മീനാക്ഷിയുടെ മനസ്സിൽ കൂടെ പഴയ കാര്യങ്ങളൊക്കെ കടന്നു പോവാണ്. ഓഫീസിൽ വെച്ചുകൊണ്ട് സംഭവങ്ങളൊക്കെ, അയാളുടെ കയ്യിൽ താൻ കൈക്കൂലി വാങ്ങിച്ചെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ മനസ്സിൽ കൂടെ ഒന്നുകൂടെ റിവൈൻഡ് അടിച്ച് ഇങ്ങനെ പോവാണ്. വല്ലാത്തൊരു ടെൻഷൻ ആ സമയം മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കുമാണ് ആകാശ് വരുന്നത്. ആകാശ് വന്നപ്പോ മീനാക്ഷിയുടെ ഇരിപ്പ് കണ്ടു. ആകാശിന്റെ മനസ്സിൽ എന്തോ സംഭവമുണ്ട്. കാരണം ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് മീനാക്ഷി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാറുള്ളൂ. പിന്നീട് മീനാക്ഷിയുടെ കാര്യം തിരക്കുമ്പോ കാര്യമൊക്കെ പറയണം. ഇതാണോ കാര്യം, പോകാൻ പറ, ഇത് ഇത്ര കാര്യമായിട്ട് എടുക്കണമെന്ന് പറയണ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആകാശേ, ഞാൻ 2-3 ദിവസം ഉറക്കമില്ലാതെ ഇവിടെ കഷ്ടപ്പെട്ടുണ്ടിരുന്നെ, പക്ഷെ അതിനൊന്നും ബലം ഉണ്ടായില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. ആകാശം പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. ദേ എന്റെ താങ്കം തള്ളുമല്ല നീയല്ലേ, നിന്റെ മനസ്സ് വേദനിച്ച പിന്നെ എനിക്ക് സഹിക്കുവോ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. ഇനി എന്ത് വന്നാലും ധൈര്യമായിട്ട് നേരിടാന്നൊക്കെ പറയാണ്. അപ്പോഴേക്കാണ് ഫോൺ ബില്ലടിക്കുന്നത്. നോക്കിയപ്പോഴത്തേനും വീണാമാടോ ആണല്ലോ വിളിക്കണമെന്ന് പറയാണ്. കോൾ എടുത്തിട്ട് വീണാമാടം പറഞ്ഞു, മീനാക്ഷി എന്തെടുക്കുമായിരുന്നു? ഞാന് ഒന്നും എടുക്കലും വാടെന്ന് പറയണം. അറിയാലോ മീനാക്ഷിയുടെ അവസ്ഥ, 2 ദിവസത്തിലുള്ള എന്തേലും മോളിൽ നിന്നുള്ള എന്തെങ്കിലും ഓർഡർ വരുമായിരിക്കും. ഒരു പക്ഷേ ജോലിയുടെ കാര്യത്തിന്, ഒരു പക്ഷെ മീനാക്ഷി കുറ്റക്കാരിയാന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നടപടി എടുക്കുമെന്ന് പറയണ. മീനാക്ഷി പറഞ്ഞു, ഞാൻ തെറ്റും ചെയ്തിട്ടില്ലോ മാഡം, അത് ഞങ്ങൾക്കറിയാം, പക്ഷെ അവർക്ക് അറിയത്തില്ലോ. അവർ ചിലപ്പോൾ തെളിവിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും. കാരണം പോരാത്തന് ആ രഞ്ജിനി മാഡം അത് അങ്ങനെയും കൂടെ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. സാരമില്ല എണീച്ച്, ഇനി അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വട്ടെ. അല്ല
എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കൊണ്ട് വന്നാലോ, അത് അപ്പോഴല്ലേ എന്താന്ന് വെച്ചാൽ നോക്കിക്കോളാം ഞാൻ. ഈ കാര്യം ഓർത്ത് ചേച്ചിക്ക് ഒരു പേടിയും വേണ്ട, ചേച്ചി ധൈര്യമായിട്ട് പോയി കിടന്ന് നോക്കിക്കോ, എന്നാൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ മാനേജ് ചെയ്തോളാന്ന് പറയാണ്. പിന്നീട് വീണാമാടം വിളിച്ച കാര്യങ്ങളൊക്കെ പറയാണ്. അത് കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് കിടക്കാനായിട്ട് പോണേ. ഈ സമയം അനന്തൻ വീട്ടിലേക്ക് വരുക. അനന്തനെ കണ്ടപടി തന്നെ അച്യുതൻ അങ്ങോട്ട് ചെന്നു. ഇതേ അനന്തേട്ടാ, അങ്ങനെ ഒരാളുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് പറയാം. ആരുടെ കാര്യത്തില്? ആ മീനാക്ഷിയുടെ കാര്യത്തില്. അല്ല, മീനാക്ഷിക്ക് എന്ത് പറ്റി? ആ ബാലന്റെ മരുമോളല്ലേന്ന് ചോദിക്കുക അവള്. അതെ അതെ, ബാലന്റെ മരുമോള് തന്നെയായിരുന്നു. പക്ഷെ നമുക്ക് കോറിക്ക് സാങ്ഷൻ തരായിരുന്ന അവളായിരുന്നു. അങ്ങനെയാണ് അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. അവൾക്കൊട്ട് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നല്ല പണി കൊടുത്തിട്ടുണ്ടെന്ന് പറയാണ്. അവളിനി ഉടനെ ഒന്നും തല പൊക്കില്ല എന്ന് പറയാണ്. അല്ല, പണി കൊടുത്ത എന്ത്? അതൊക്കെ ഉണ്ട്, നല്ല ഒന്നാന്തരം പണി തന്നെ കൊടുത്തിരിക്കുന്നേ. അവളെ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പറയണം. ഇത് കേട്ടോണ്ടോ നന്ദിത അങ്ങോട്ട് വരുന്നേ. നന്ദിത പറഞ്ഞു, ദേ അനന്തേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മളെ മോളുടെ താമസിക്കുന്ന വീട് അവിടെ ദേവമംഗലം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൾക്ക് അത് വിഷമാവത്തില്ലേ എന്ന് അനന്തനോട് ചോദിക്കണം. അനന്തൻ പറഞ്ഞു, അത് ശരിയാ അച്യുതാ, ദേ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു, നീ എന്തിനാ വെറുതെ അവരെ വഴക്കടിക്കാൻ പോയെന്ന് ചോദിക്കുക. പിന്നെ ഇതിന്റെ ആവശ്യമില്ലെന്ന് പോലും, അത് എല്ലാവരുടെ മുഖത്ത് കരി വാഴ്ത്തി വെച്ചിട്ട് പോയോളാ. ആ മിത്രം അറിയാലോ. പോരാത്തിന് ഇവിടുത്തെ സ്വർണം മൊത്തം അടിച്ചോണ്ട് പോയി. എനിക്കൊന്നും അത്ര പെട്ടെന്ന് പൊറുക്കാനൊന്നും പറ്റത്തില്ല. ഏട്ടനും ഏടത്തേക്കും പൊറുക്കാൻ പറ്റുമായിരിക്കും, കാരണം സ്വന്തം മോളല്ലേ. എന്റെ അവസ്ഥ അതല്ല എന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് അലോകം കൂടെ അങ്ങോട്ട് വന്നേ. അലോകം പറഞ്ഞു, ആ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയാണ്. വെറുതെ എന്തിനാ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിതയ്ക്ക് നല്ല ദേഷ്യം വന്നു. നന്ദിത പറഞ്ഞതേ അച്ഛൻ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അവരെ ഉപദ്രവിക്കാൻ പോകേണ്ട കാര്യമില്ല. മിത്രമോളുടെ കല്യാണം കഴിഞ്ഞു, അവർ സുഖമായിട്ട് ജീവിക്കുക, അവരങ്ങനെ ജീവിച്ചോട്ടെ. നമ്മളായിട്ട് എന്തിനാ അവരുടെ ഇടയ്ക്ക് ഒരു പ്രശ്നം കൊണ്ട് ഇടുന്നതെന്ന് ചോദിക്കണം. പിന്നെ സുഖമായിട്ട് ജീവിച്ചു പോലും, കണ്ടവന്റെ കൈയും കൂടി പിടിച്ച് ഒളിച്ചോടി പോയാളോ അവളിനി സുഖമായിട്ട് ജീവിക്കുന്നു പോലും. അവളെ ഈ പരിസരത്ത് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അവൾ ശരിയാക്കുമെന്ന് പറയണം. അവളും കൂടെ വരട്ടെ, എപ്പോഴെന്റെ കൈ കിട്ടുമെന്നൊക്കെ പറയണം. പക്ഷെ സ്വന്തം അച്ഛനും അമ്മയല്ലേ. നന്ദിതയ്ക്കും അനന്തിനും അവരുടെ സംസാരം കേട്ടിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് നന്ദിത അനന്തിനോട് പറഞ്ഞു, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് കയ്യിലേക്ക് പിടിക്കുവാണ്. കയ്യിലേക്ക് പിടിച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അച്ഛനും പറഞ്ഞു, ഇനി അവൾക്ക് രക്ഷയില്ല മീനാക്ഷിക്ക്. ആദ്യം മീനാക്ഷി, ബാക്കിയുള്ളവർക്കിട്ടെല്ലാം ഞാൻ ഓരോന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറയണം. ദീട്ടം നന്ദിനെ എന്താണ് അയാളെ വിളിച്ചോണ്ട് അങ്ങോട്ട് അകത്തേക്ക് പോയി. മുറിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അത് എന്തേലും ചെയ്യാണ്ടേ പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ മിക്കവാറും നമ്മളുടെ മോളുടെ ജീവിതം കൂടെ താരുന്നെന്ന് പറയണം. അല്ല, നീ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കണം. പിന്നീട് എന്ത് ചെയ്യണം? ആ വീഡിയോസ് തന്റെ ഫോണിനകത്ത് നിന്ന് ആ വീഡിയോസ് കാണിക്കണം. ഇങ്ങ് നോക്ക്, ഇതൊക്കെ ഒരു ചതിയാണ്. കാരണം മീനാക്ഷിയെ കൊടുക്കാനായിട്ട് അച്യുതേട്ടനും പിന്നെ ആ രഞ്ജിനിയും അവർ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ നാടകങ്ങളാന്ന് പറയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അനന്തം വരെ ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇതേ അനന്തേട്ട, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ. കാരണം അനന്തേട്ടൻ നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളതല്ലേ മന്ത്രി ഓഫീസിലൊക്കെ. അതുകൊണ്ട് ഒരു കാരണവശാലും ആ കുട്ടിയുടെ ജോലി പോവരുത്. അത് ഞാൻ വേണ്ടത് ചെയ്തോളാം, നീ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ്. പിന്നെ അത് മാത്രമല്ല, അച്യുതേട്ടനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മോളോട് ഓരോ ദിവസം ചെല്ലുമ്പോൾ ശത്രുത കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ലെന്ന് പറയണം. നമ്മളുടെ മോളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നത്. ആ ഒരു ഓർമ്മ വേണമെന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനന്തൻ അങ്ങോട്ട് പോകുന്നത്. ഈ സമയം കോളേജിലേക്ക് പോകാനായിട്ട് മിത്ര റെഡിയാവുകയാണ്. അങ്ങനെ മിത്ര റെഡിയായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആരും ചോദിച്ചു, എന്താ സാരി കൊടുത്തിന്ന്? അത് പിന്നെ സ്പെഷ്യൽ ഡേ അതുകൊണ്ടാന്ന് പറയണം. അങ്ങനെ പോകുന്ന വഴിക്ക് മിത്രോട് ഞാൻ, ഈ പണം വിശ്വസ്തി ഏൽപ്പിച്ചിട്ട് വേണം പോകാനെന്ന് പറയണം. അതിപ്പോ വേണ്ട, ഞാൻ പിന്നെ കൊടുത്തോളാന്ന് പറയണം. അതെന്താ അങ്ങനെ? ഞാൻ പിന്നെ കൊടുത്തോളാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ആ പണം അങ്ങോട്ട് വാങ്ങുവാണ്. പിന്നെ നേരെ മിത്രേനെ കൊണ്ട് പോകുന്ന ആ പണയം വെച്ചിടത്തേക്കാണ്. ഈ സമയം മിത്ര പറഞ്ഞു, അല്ല നമ്മളെന്തിനാ ഇവിടെ വന്ന് ഇറങ്ങിയെന്ന് ചോദിക്കോ? ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ. ദേ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്നോട് അധികം സെന്റിമെന്റ്സിന്റെ കാര്യമൊന്നും ഇല്ലെന്ന്. നീ എന്തിനാ എനിക്ക് പണം തന്നേന്ന് ചോദിക്കുക എന്റെ കയ്യിലേക്ക്. അത് പിന്നെ അവർക്ക് വിശ്വത്തിന് പണം കൊടുക്കണ്ടേ, അതുകൊണ്ടാന്ന് പറയണേ. അതെ, അതിപ്പോ കൊടുക്കാണ്ട് തൽക്കാലത്തേക്ക് ഈ പണം വേണ്ടെന്ന് പറയാം. ഓഹോ, എന്താ അങ്ങനെ പറഞ്ഞ്? ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകളൊക്കെ നടക്കും. അത് മാത്രമല്ല, ഒന്ന് ഓർത്തു നോക്കിയേ, പണ്ടത്തെ പോലെ ആളോ ഇപ്പൊ നമ്മള് അല്ലല്ലോ. ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ സഹായിക്കേണ്ട കടമ ആർക്കുള്ള? ഭാര്യയ്ക്കില്ലേ ഉള്ളേ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരിനൊന്നും കേട്ടിട്ട് ആര്യം പറഞ്ഞു ഇങ്ങോട്ട് വരാനും പറഞ്ഞ് മിത്രയുടെ കൈയും പിടിച്ച് അങ്ങോട്ട് കയറി പോണം. ഇതെന്താ ഈ ഇങ്ങോട്ട് തന്നെ വന്നേന്ന് ചോദിക്കണം. അതൊക്കെയുണ്ട്, ഇന്നലെ ഇവിടെ കൊണ്ടുവന്നല്ല നീ ആ വള പണയം വെച്ചേന്ന്. പിന്നീട് എന്നെ റെസിപ്റ്റ് ഇങ്ങോട്ട് തരാൻ പറയണം. റെസിപ്റ്റ് എടുത്ത് കൊടുത്തു. ചേട്ടാ, ഈ പണം ഞങ്ങൾ എടുക്കാൻ വന്നത് പറയണം. അല്ല, ഇത് ഇന്നലെ അല്ലേ കൊണ്ടേ വെച്ചേ? അത് ഇന്നലെ തന്നെയാ. ഈ പണം എടുത്തിട്ട് ആ മുതല് ഈ പണം എടുത്തിട്ട് ആ മുതൽ ഇങ്ങോട്ട് തരാനായിട്ട് പറയണം. ഇത് കേട്ടോ അയാളൊന്നും മിത്രനെ നോക്കി. മിത്രയ്ക്കാണെ എന്ത് ചെയ്യാനും നടത്തില്ല. മിത്ര പെട്ടെന്ന്, അത് വേണ്ടേട്ടാ, അത് പണം മേടിക്കണ്ട, എനിക്ക് വള വേണ്ടാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആരിനെ കൂടെ സഹിച്ചില്ല. ആരും പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞേക്കാം മിത്ര, ഞാൻ ഇവിടെ നിന്റെ ഇഷ്ടപ്രകാരം അല്ലേ, ഇഷ്ടമല്ല നോക്കണ്ടേ, എന്റെയും കൂടെ ഇഷ്ടം നോക്കണമെന്ന് പറയണം. അങ്ങനെ അവസാനം ആ വളയെടുത്ത് മിത്രയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോഴാണ് ആരും ശരിക്കും ഒരു സമാധാനം വന്നേ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മിത്രയ്ക്ക് സഹിച്ചില്ല. മിത്ര പറഞ്ഞു, എന്ത് പരിപാടി ആര്യ കാണിച്ചേ, ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നു, ഇനി നമ്മൾ പൈസ എങ്ങനെ കൊടുക്കുമെന്ന് ചോദിക്കുക. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം, തൽക്കാലത്തേക്ക് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നീ കോളേജിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട് കോളേജിലേക്ക് കൊണ്ടേ വിടുവാണ്. പിന്നീട് കാണിക്കുന്ന ആരിനാകെപ്പാടെ സങ്കടപ്പെട്ട് പോവാ. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിശ്വത്തിന് പൈസ കൊടുക്കണം. ആ പൈസയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യണം. ഇതിനെ കണ്ടെത്തണം, അവൻ കാരണം ഇതായി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ആ സ്വർണം തന്നെ കണ്ടെടുത്ത് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു, പകുതി സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല ഇതും ഇല്ലാത്ത വല്ലാത്തൊരു സമാധാനക്കേട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ വിശ്വസ്തിനൊന്ന് കണ്ടാലോ. അവന്റെ ഇളയച്ചനോട് കുറച്ച് ദിവസത്തെ അവധിയും കൊണ്ടൊന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ തനിക്കൊരു പിടിച്ചിപ്പുണ്ടാവും. അതിനിടയ്ക്ക് ആരോടെങ്കിലും ചോദിച്ച് പൈസയൊക്കെ ഉണ്ടാക്കാം എന്നൊരു ചിന്ത ആന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്നും അറിയത്തില്ലായിരുന്നു. പിന്നീട് ആരിനെ അങ്ങോട്ട് പോവാണ്, എങ്ങനെയും പണം ഉണ്ടാക്കിയാൽ മതിയാവളെന്ന് ഓർത്തിട്ട്. ഈ സമയത്ത് നന്ദിത ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും മീനാക്ഷിയുടെ ജോലി പോരുത്. അവളുടെ ജോലി പോയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്കുന്ന ഏറ്റവും വലിയ ഷോക്കായിരിക്കും അത്. അവളെ രക്ഷിക്കാൻ തന്നെ തീരുമാനിച്ച നന്ദിത ആ വീഡിയോസ് ഒക്കെ മീനാക്ഷിയെ ഏൽപ്പിക്കാണ്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. അപ്പൊ ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടോ. ഫുൾ വിശേഷം വന്നു കഴിയുമ്പോഴത്തേന് അപ്പൊ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.